السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടി നമ്മൾ ഇരിക്കുന്നതും പിരിയുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ ഞാനുമായി ബന്ധപ്പെട്ടൊരു സഹോദരൻ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, മകളെ കല്യാണം ഈ സഫർ മാസത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നിശ്ചയങ്ങളും മറ്റും എല്ലാം കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ മാസം സഫർ മാസം എന്ന് പറയുന്നത് അത് കല്യാണത്തിന് പറ്റിയ മാസമല്ല, ഒരു ഇടങ്ങേറ് പിടിച്ച മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു വേവലാതി പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ ഭാര്യയുടെ ഒരു അഭിപ്രായമല്ല. ജാഹിലിയ കാലത്ത് തന്നെ ജീവിക്കുന്ന ആളുകൾ ഈ സഫർ മാസത്തെ ഒരു ശകുന മാസമായി കൊണ്ട് ഒരു മോശപ്പെട്ട മാസമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ സഫർ മാസം മോശമാണ് എന്ന് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഈ സഫർ മാസത്തിൽ വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞതായ ഒരു രേഖകളിലോ ചരിത്രങ്ങളിലോ ഒന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലും ഈ സഫർ മാസത്തെ ഒരു മോശപ്പെട്ട മാസമാണ് എന്ന് ഇതുവരേക്കും പറഞ്ഞിട്ടില്ല. ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ജാഹിലിയ കാലത്തുള്ള 4 വിശ്വാസങ്ങളെ പൂർണ്ണമായി കൊണ്ടും അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൂർണ്ണമായും തിരുത്തിയിട്ടുണ്ട്. എങ്കിലും ആ അന്ധവിശ്വാസത്തിൽപ്പെട്ട ചില ശാഖകൾ ഇന്നും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മാസത്തിൽ ചില ആളുകൾക്ക് കല്യാണം നടത്താൻ പേടിയാണ്, പിന്നെ അതേപോലെ കുടിരിക്കൽ നടത്താൻ പേടിയാണ്, ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി പേടിയാണ്. അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യമുണ്ടോ അതൊക്കെ നടത്താൻ പല ആളുകൾക്കും പേടിയുണ്ട്. പക്ഷേ ആ അന്ധവിശ്വാസത്തെ പൂർണ്ണമായി കൊണ്ടും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്കതായ രീതിയിൽ അതിന് പൂർണ്ണമായും അത് വിരോധിച്ചിട്ടുണ്ട്. 4 രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിരോധിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഉള്ള ആളുകളുണ്ടല്ലോ, ആ അന്ധവിശ്വാസം കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസത്തെ പൂർണ്ണമായി കൊണ്ടും ഇല്ലാതാക്കാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ തുയറത വലാ അദുവ വലാ ഹമ്മത വലാ സഫർ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തുയറത, പക്ഷികളെ വെച്ച് ശകുനം വെച്ച് നോക്കുന്ന സംവിധാനം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലില്ല. പക്ഷെ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്തുള്ള ആളുകളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് അവർ ഒരു പക്ഷിയെ കൊണ്ടുവരും. പക്ഷിയെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ആകാശത്തേക്ക് പറത്തും. എന്നിട്ട് ആ പക്ഷി വലത് ഭാഗത്തേക്കാണ് പോയത് എങ്കിൽ ആ കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകും. അല്ല ഇടത്തെ ഭാഗത്തേക്കാണ് പോയത് എങ്കിൽ എന്ത് ചെയ്യും? അവർ ആ കാര്യത്തിൽ നിന്നും പിന്നോട്ട് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ലാ തുയറത, പക്ഷികളെ വെച്ച് ശകുനം വെച്ച് നോക്കുന്ന സംവിധാനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ അദുവ, രോഗങ്ങൾക്ക് സ്വയം പകരാൻ കഴിയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കൊരു തോന്നലുണ്ടാകും, അപ്പൊ കൊറോണ അല്ലെങ്കിൽ നിപ്പയോ അതേപോലെ മറ്റുള്ള പകർച്ചവ്യാധികൾ നമുക്ക് പകരൂലേ? പക്ഷെ അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ അത് പകരൂ. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. അല്ല എങ്കിൽ നമ്മുടെ തൗഹീദില്, നമ്മുടെ ഈമാനിന് അത് ക്ഷതമേൽക്കും. അതുകൊണ്ട് തന്നെ ഒരു രോഗത്തിനിക്ക് വേറൊരാളിലേക്ക് അത് പകരുന്ന സംവിധാനം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലില്ല. അതേപോലെ പക്ഷികളുടെ കരച്ചിൽ കേട്ടാൽ അപകടമുണ്ടാകും എന്നുള്ള സംവിധാനം, അങ്ങനത്തെ ഒരു വിശ്വാസം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ഇല്ല. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണുന്ന മൂങ്ങ, അതേപോലെ കൂമൻ, അതിൻ്റെയൊക്കെ കരച്ചിൽ കേട്ടാല് അന്നൊരു പ്രത്യേകമായ മരണത്തിന്റെ ഒരു വിവരം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു എന്താ ഉണ്ടായിട്ടുണ്ടാവുക, ആരെങ്കിലും ഒന്ന് മരിച്ചിട്ടുണ്ടാകും. എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ മൂങ്ങ അല്ലെങ്കിൽ കൂമനോ എന്ത് ചെയ്തിട്ടുണ്ടാകും? കരഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഈ കൂമനും മൂങ്ങയും കരഞ്ഞു കഴിഞ്ഞാല് അന്നൊരു കുടുംബത്തിൽ മരണം ഉണ്ടാകും എന്നുള്ളൊരു അന്ധവിശ്വാസം ഇന്നും നമ്മളിൽ കണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പക്ഷികളുടെ കരച്ചിൽ കേട്ടാൽ അപകടം വരില്ല എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ നാലാമതായി കൊണ്ട് പറഞ്ഞു, സഫർ മാസം ചീത്ത മാസമാണ് എന്നുള്ള വിശ്വാസം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ഇല്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ മാസങ്ങളിൽ നോക്കുന്ന നഹ്സ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. എങ്കിലും സഫർ മാസം പൂർണ്ണമായും മോശപ്പെട്ട മാസമാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സഫർ മാസം മോശപ്പെട്ട മാസമാണ് എന്ന് വിശ്വസിക്കൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ 4 കാര്യങ്ങളും ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ജാഹിലിയ്യ കാലത്തുള്ള ആളുകളുണ്ടല്ലോ, സഫർ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ അവരിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അവർ മുൻനിർത്തിക്കൊണ്ട് പറയും, ഇത് സഫർ മാസത്തിന്റെ പ്രശ്നമാണ്, ഇത് സഫർ മാസം പറന്നത് കൊണ്ടിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ടിട്ടാണ് ആ പൂർണ്ണമായ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഹബീബായ തങ്ങൾ പറഞ്ഞു, സഫർ മാസം മോശപ്പെട്ട മാസമാണ് എന്നുള്ള വിശ്വാസം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലില്ല. അതേപോലെ ജാഹിലിയ്യ കാലത്തുള്ള ആളുകളുണ്ടല്ലോ, മക്കളെ വിവാഹം നടത്താൻ വേണ്ടി അവർക്ക് അന്നത്തെ സഫർ മാസത്തിൽ മക്കളെ വിവാഹം നടത്തല് അവർക്ക് പേടിയായിരുന്നു, ഒരു ശകുനമായ മാസമായിട്ടായിരുന്നു അവർ കണ്ടിട്ടുള്ളത്. പക്ഷെ ആ വിശ്വാസത്തെയും ഇല്ലാതെയാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയുമോ? ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വജ ഇബ്നതഹു ഫാത്തിമത അലിയ, മഹദിയായ ഫാത്തിമ ബീവിയെ അലിയാർ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലാണ്. ആ വിശ്വാസത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അലിയാർ തങ്ങൾക്ക് മുത്തുനബിയുടെ കരളിന്റെ കഷ്ണമായ ബീവി ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഫർ മാസം മോശപ്പെട്ട മാസമാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇവിടെയുള്ള ആള് വിളിക്കുമ്പോ ഒരു മോശപ്പെട്ട മാസമാണ്, ദിവസമാണ് എന്ന് പറയുമ്പോ ഈ മഹല്ലത്തുകാരോട് അതിനെക്കുറിച്ച് പറയുന്നതിന്റെ കടമ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. സഫർ മാസം മോശപ്പെട്ട മാസമല്ല. എല്ലാ മാസങ്ങളിലും നമ്മൾ ചില ദിവസങ്ങളെ നഹ്സ് ദിവസമായി കണക്കാക്കാറുണ്ട്. ആ ദിവസങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റബ്ബ് തആല നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.